വെൽക്കം ടു സോളജി ക്ലാസ്. നമ്മളിന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്താണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ? What do you mean breathing? We know that it is the process of taking in oxygen and sending out carbon dioxide. So, practically, we are taking in air and sending out air. നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു. ആ ഉള്ളിലേക്ക് എടുക്കുന്ന എയറിലെ ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ എയർ അതുൾപ്പെടെയുള്ള എയറിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രീത്തിങ് എന്ന് വിളിക്കുക. എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ? വൈ ഡു വി റിക്വയർ ഓക്സിജൻ? എന്തിനാണ് ഓക്സിജൻ? നമുക്കറിയാം, ഒരു ലിവിങ് ബോഡി അല്ലെങ്കിൽ എവറി ലിവിങ് ഓർഗാനിസം റിക്വയർസ് എനർജി ഫോർ ഇറ്റ്സ് സസ്റ്റൻസ്, ഫോർ ഇറ്റ്സ് സർവൈവൽ. എനർജി വേണം. ഈ എനർജി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ എനർജി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എനർജി ഉണ്ടാകുന്നത് ഫുഡിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫങ്ഷൻ നമ്മൾ പറഞ്ഞതാണ് എനർജി പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ ഫുഡിൽ നിന്നാണ് എനർജി ഉണ്ടാകുന്നത്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് എന്നത് സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആയി മാറുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത്? അതിന് ഓക്സിഡേഷൻ സംഭവിക്കണം. ഗ്ലൂക്കോസ് ഷുഡ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇത് നടക്കുന്നത് നമ്മുടെ കോശങ്ങൾ വെച്ചിട്ടാണ്, ഇൻ അവർ സെൽസ്. ആൻഡ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ അവർ cells. That means glucose undergo oxidation process. Oxidation നടക്കണമെങ്കിൽ ഓക്സിജൻ സഹായത്താലാണ് ഓക്സിഡേഷൻ നടക്കുക. So in the presence of oxygen, with the help of oxygen, glucose undergoes oxidation or decomposition. It decomposes into energy, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഗ്ലൂക്കോസ് ഘട്ടം ഘട്ടമായി പല മെറ്റബോളിക് പ്രോസസ്സിലൂടെ കടന്ന് എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി മാറുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ആൻഡ് ഇൻ ദിസ് പ്രോസസ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ എനർജിയാണ് നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി, പലതരത്തിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിജൻ എന്തിനു വേണ്ടിയാണ്? എനർജി ഉണ്ടാകാൻ വേണ്ടിയാണ്, എനർജി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ എന്തുണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെ പുറത്തേക്ക് കളയണം. സോ ദാറ്റ് ഈസ് വൈ വി സേ വി ടേക്ക് ഓക്സിജൻ ഇൻ ആൻഡ് സെൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ എയറാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ എയറിലുള്ള ഓക്സിജനെ മാത്രം നമ്മൾ സ്വീകരിക്കുകയും എന്നിട്ട് നമ്മുടെ ശരീരത്ത് ഈ ഓക്സിഡേഷന്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. ദാറ്റ് ഈസ് ബ്രീത്തിങ്. ഇതിനാണ് നമ്മൾ വിളിക്കാം ബ്രീത്തിങ് എന്ന് വിളിക്കാം. ബ്രീത്തിങ് ഇസ് എ പാർട്ട് ഓഫ് ബയോളജിക്കൽ പ്രോസസ് റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ? അപ്പം ബ്രീത്തിങ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. റെസ്പിറേഷൻ എന്താ? റെസ്പിറേഷൻ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആ പ്രോസസ്സിനാണ്, അതാണ് അതിൻ്റെ കാതലായ പ്രോസസ്സ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? റെസ്പിറേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. റെസ്പിറേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യണം. അത് ബ്രീത്തിങ് വഴിയാണ് നടക്കുക.
ശ്വാസോച്ഛ്വാസം, മലയാളത്തിൽ ശ്വാസോച്ഛ്വാസം എന്ന് വിളിക്കും. ബ്രീത്തിങ്. സോ ബ്രീത്തിങ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ. ഇനി എല്ലാ ജീവികളിലും, മിക്ക ജീവികളിലും എന്തുണ്ട്? ഒരു റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ലാത്ത ജീവികളുമുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മൾ താഴ്ന്ന ഫൈലങ്ങളിൽപ്പെട്ട ജീവികൾക്കൊന്നും തന്നെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ല. ഉദാഹരണത്തിന് പോറിഫറയ്ക്കോ സീലൻഡ്രേറ്റയ്ക്കോ അല്ലെങ്കിൽ ടീനോഫോറയ്ക്കോ ഒന്നും എന്തില്ല. ഈവൻ പ്ലാറ്റിഹെൽമിൻസിനോ ഒന്നും എന്തില്ല, റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പോറിഫറയ്ക്ക് എന്താ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ലാതെ? ദേ ലിവ് ഇൻ വാട്ടർ, either marine water or fresh water, and their body is simple, cellular level of organization, so only few cells are present in their body, not complicated, so the cells can directly absorb oxygen dissolved in the water. അപ്പോൾ അവിടെ റെസ്പിറേറ്ററി സ്ട്രക്ചറിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് സിലിണ്ടറേറ്റ് ആയാലും ടീനോഫോർ ആയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്, ഒരു റെസ്പിറേറ്ററി സ്ട്രക്ചറിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് ഫൈലം അനലിഡാത്തിലാണ്. അനലിഡയിൽ സ്കിൻ ഈസ് ദ റെസ്പിറേറ്ററി സ്ട്രക്ചർ. സ്കിന്നിൽ കൂടിയാണ് ഇത് സംഭവിക്കാം, ആവശ്യമുള്ള ഓക്സിജൻ അകത്തേക്ക് വരുന്നതും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് എടുക്കുന്നതും. അപ്പോൾ റെസ്പിറേറ്ററി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാനും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയാനും സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അല്ലെങ്കിൽ സ്കിന്നാണ്. ഇനി നമുക്കറിയാം, നമ്മൾ ആർത്രോപോഡിലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവിടെ ഗിൽസ് ഉണ്ട്. ചില ജീവികളിൽ ഗിൽസ് ആണ്. ഇൻ സം ഓർഗാനിസംസ് ഇറ്റ് ഈസ് ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ് എന്നൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ. മോളസ്കിലേക്ക് വരുമ്പോൾ അവിടെ ഗിൽസ് ആണ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്. എക്കിനോഡാർമയിൽ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ല. കാരണം എന്താണ്? അവിടെ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനാണ് അവർ ഉപയോഗിക്കുക. അവർക്ക് പ്രത്യേകിച്ച് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി നമ്മൾ ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ, വെർട്ടിബ്രേറ്റയിലേക്കൊക്കെ വരുമ്പോൾ, സബ്ഫൈലം വെർട്ടിബ്രേറ്റിലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫിഷസ് ആണെങ്കിൽ ഗിൽസ് ഉണ്ട്. ആംഫീബിയസിൽ അവിടെ സ്കിൻ റെസ്പിറേറ്ററി സ്ട്രക്ചറാണ്. അവിടെ ലങ്സ് റെസ്പിറേറ്ററി സ്ട്രക്ചറാണ്. പിന്നീട് അങ്ങോട്ട് റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്, ഇവരിലൊക്കെ ലങ്സ് ആണ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് പറയാം. സോ ഇൻ ഓർഗാനിസംസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് ടു ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് ടു സെൻഡ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ് അസോസിയേറ്റഡ് വിത്ത് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി റെസ്പിറേഷൻ. അപ്പോൾ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി സ്ട്രക്ചർ, മനുഷ്യനിലെ റെസ്പിറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ബ്രീത്തിങ് മെക്കാനിസം എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ, മനുഷ്യനിലെ റെസ്പിറേറ്ററി സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ. നമുക്കറിയാം, മനുഷ്യനിൽ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം is there, and the respiratory system begins with a pair of openings here, a pair of openings situated at the tip of the nose. നമ്മളെ നോസ്ട്രിൽ എന്നാണ് വിളിക്കുക, എക്സ്റ്റേണൽ നോസ്ട്രിൽ എന്ന് വിളിക്കുക. ആൻഡ് ദീസ് നോസ്ട്രിൽസ് ലീഡ് ടു എ പാസേജ്, ഒരു പാസേജിലേക്കാണ് നയിക്കുക. അത് നമ്മൾ നേസൽ പാസേജ് എന്ന് വിളിക്കും. So we have a pair of nostrils, and these nostrils lead to a passage called nasal passage. And nasal passage leads to a chamber called nasal chamber. And the nasal chamber, so situated somewhere here, and the nasal chamber
opens into the pharynx. Nasal chamber opens into the pharynx through a pair of openings, an opening called internal nostril. ഒരു ഓപ്പണിംഗ് വഴി നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ മുകളിൽ നമുക്കൊരു റൂഫ് ഉണ്ട്, ഒരു പാലറ്റ് എന്ന് വിളിക്കുന്ന ഒരു റൂഫ് കാണാൻ സാധിക്കും. അതിന് മുകളിലാണ് ഈ നേസൽ ചേംബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ നേസൽ ചേംബർ ഓപ്പൺ ചെയ്യുന്നത് ഫാരിങ്സിലാണ്. ഫാരിങ്സിന്റെ റൂഫിലാണ് നേസൽ ചേംബർ ഓപ്പൺ ചെയ്യുന്നത്. ഇന്റേണൽ നോസ്ട്രിൽസ് ഉള്ളത്. The region at which the nasal chamber opens into the pharynx is called nasopharynx എന്നാണ് നമ്മൾ പറയുക. ആ ഭാഗത്തിന് നമ്മൾ nasopharynx എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫാരിങ്സിന് രണ്ട് ഭാഗങ്ങളായിട്ട് ഫാരിങ്സിനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. One is the oropharynx and the other one is the nasopharynx. Oropharynx, ബക്കൽ ക്യാവിറ്റി ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ ഓറോഫാരിങ്സ് എന്ന് വിളിക്കുക. അവിടെ ഒരു ഡിവിഷൻ, ഒരു പാർട്ടീഷൻ ഒന്നുമില്ല. ഫാരിങ്സ് ഇസ് എ സിംഗിൾ ചേംബർ. പക്ഷെ വേണമെങ്കിൽ രണ്ട് റീജിയൻസ് ആയിട്ട് നമുക്ക് അവിടെ അതിനെ കൺസിഡർ ചെയ്യാം. ബക്കൽ ക്യാവിറ്റി എന്ന് ഫുഡ് എത്തുന്ന ആ ഭാഗത്തിന് ഓറോഫാരിങ്സ് എന്നും നേസൽ ചേംബർ തുറക്കുന്ന ഭാഗത്തിന് നേസോഫാരിങ്സ് എന്നും വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ദെൻ ദ ഫാരിങ്സ് opens into the trachea, the windpipe. ഫാരിങ്സ് ഓപ്പൺ ചെയ്യുന്നത് ട്രക്കിയയിലേക്കാണ്, ഓർ ദ വിൻഡ് പൈപ്പ്. നമുക്കറിയാം ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ. ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയക്ക് നമ്മൾ എന്താ വിളിക്കാം? ഗ്ലോട്ടിസ് എന്നാണ് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, ഗ്ലോട്ടിസ് എന്നാണ് വിളിക്കുക. ഈ ഗ്ലോട്ടിസിനെ കവർ ചെയ്തുകൊണ്ട്, സപ്പോസ് ദിസ് ഇസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ, ദിസ് ഇസ് ദ ട്രക്കിയ. ട്രക്കിയ നമുക്കറിയാം, നമ്മുടെ ചെസ്റ്റിൽ ഇവിടെ രണ്ട് പൈപ്പുകളാണുള്ളത് അല്ലേ. വൺ ഈസ് ദ ട്രക്കിയ ആൻഡ് അതർ ഇസ് ദ ഈസോഫാഗസ്. ദ ഫ്രണ്ട് വൺ ഈസ് ദ ട്രക്കിയ ആൻഡ് ദ വൺ വിച്ച് ഈസ് ബിഹൈൻഡ് ദ ട്രക്കിയ ഈസ് ദ ഈസോഫാഗസ്. ഓപ്പണിംഗ് ഓഫ് ദ ഈസോഫാഗസ് നമ്മൾ ഗുള്ളറ്റ് എന്ന് വിളിക്കും, ത്രൂ വിച്ച് ദ ഫുഡ് പാസസ്, ആൻഡ് ദ ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ ഈസ് ദ ഗ്ലോട്ടിസ്. സോ ദിസ് ഇസ് ദ ഗ്ലോട്ടിസ്. അപ്പോൾ ദിസ് ഇസ് ദ ഗ്ലോട്ടിസ്, ആൻഡ് ദ ഗ്ലോട്ടിസ് ഈസ് guarded by a flap-like covering called epiglottis. നമ്മൾ ഇതിനെ epiglottis എന്നാണ് പറയുക. This is the epiglottis. അതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. When the food passes, when the food is swallowed into the esophagus, the glottis is closed by the epiglottis. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഗ്ലോട്ടിസ് അടഞ്ഞിരിക്കും. എപ്പിഗ്ലോട്ടിസ് ഈ ഗ്ലോട്ടിസിനെ അടയ്ക്കുന്നു to prevent the chance entry of the food into the trachea. അപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഈ ഫുഡ് ട്രക്കിയയിലേക്ക് പാസ് ചെയ്ത് പോകാതിരിക്കാൻ സഹായിക്കുന്നത് ഈ എപ്പിഗ്ലോട്ടിസാണ്. ഓക്കെ, ഭക്ഷണം നമ്മൾ സ്വാളോ ചെയ്യാത്ത സമയത്തൊക്കെ എപ്പിഗ്ലോട്ടിസ് തുറന്നിരിക്കും. സോ ദാറ്റ് ദ എയർ ക്യാൻ ഗോ ഇൻ ആൻഡ് ഔട്ട്, ബ്രീത്തിങ്ങിന് സഹായിക്കും. ഓക്കെ, സോ ഫാരിങ്സ് ഓപ്പൺസ് ഇൻ ദ ട്രക്കിയ. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രക്കിയ. അപ്പോൾ ട്രക്കിയയുടെ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ലാരിങ്സ് എന്നാണ് പറയുക. ലാരിങ്സ് എന്നാണ് വിളിക്കുക. അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രക്കിയ എന്ന് പറയുന്നത്, അതായത് ഗ്ലോട്ടിസ് തുറക്കുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഓപ്പണിങ്ങിലേക്കാണ്. അതിനുശേഷമാണ് ട്രക്കിയ ഒരു ട്യൂബായിട്ട് താഴേക്ക് വരിക. ഒരു ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഓപ്പണിങ്ങിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അതായത് ഗ്ലോട്ടിസ് നേരെ ഓപ്പൺ ചെയ്യുന്നത് ഈ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഓപ്പണിങ്ങിലേക്കാണ്. നമ്മളിതിനെ ലാരിങ്സ് എന്ന് വിളിക്കും. ലാരിങ്സ്. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ വോയിസ് ബോക്സ്. Because in the larynx, two vocal cords are present. These vocal cords vibrate when the air passed out. അപ്പോൾ അതായത് നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശബ്ദം ഉണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലങ്സിൽ നിന്നും എയർ ട്രക്കിയ വഴി പുറത്തേക്ക് പോകണം. ഈ ലാരിങ്സ് വഴി പുറത്തേക്ക് പോകണം. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വോക്കൽ കോഡ്സ് എന്നാണ് വിളിക്കുക. ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നു.
വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്. നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുക. അതുകൊണ്ട് ശബ്ദം ഉണ്ടാകുന്നത് ഈ ബോക്സ് ലൈക്ക് സ്ട്രക്ചറിനുള്ളിലായതുകൊണ്ട്, ഈ ലാരിങ്സിനുള്ളിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ വോയിസ് ബോക്സ്. അപ്പോൾ ലാരിങ്സ് കഴിഞ്ഞ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നതാണ് ട്രക്കിയ. So trachea. So this is a trachea, suppose, and here is the larynx. This is the glottis. Okay. And this is the trachea. Trachea is the trachea is a short tube, which is supported by ring-like cartilages. How are we going to to show it is protected by or supported by ring-like cartilages. Cartilaginous rings. Incomplete cartilaginous rings are present, or C-shaped cartilaginous rings are present to support the trachea. Then the trachea divides into two branches. This is the trachea. It divides into two branches, and these branches are called primary bronchi. Primary bronchus. Bronchi is the plural. Primary bronchi. So two primary bronchi are present. And these primary bronchi, or primary bronchusum, then divides further into secondary bronchus. So these are called secondary bronchus. Secondary bronchus. So these bronchi are also supported by cartilaginous rings. These are also supported by cartilaginous rings. And the secondary bronchus again branches into tertiary bronchus. Then tertiary bronchus branches into several branches. It keeps on branching like this. Keeps on branching and ends into fine tubes called bronchiole. Fine tube is called bronchiole. Okay. And these bronchioles are devoid of cartilaginous rings. So, here no cartilaginous rings undavilla. Their wall is thin and flexible without the cartilaginous support. And this bronchiole, each bronchiole, such as several thousands of bronchioles will be there. And each bronchiole enters into a sac-like structure called alveolar sac. And inside the alveolar sac, the bronchiole divides further and ends into a structure like this. A structure like this. And each structure is called an alveolus. It is a thin-walled bag-like structure. And the wall of the alveolus is made up of a single layer of squamous epithelium. അതുകൊണ്ട് തന്നെ വളരെ തിന്നായിരിക്കും. അൽവിയോളസിന്റെ വാൾ എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. So that diffusion of gases can take place. Okay. അത് മാത്രമല്ല ആൽവിയോളസിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ടാവും. എന്താണ് കാപ്പിലറി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചെറിയ ബ്ലഡ് വെസലാണല്ലോ കാപ്പിലറി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആൽവിയോളസിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കാപ്പിലറി
network can be seen. അപ്പോൾ കാപ്പിലറി കൊണ്ട് പൊതിഞ്ഞായിരിക്കും ഓരോ ആൽവിയോളസും കാണപ്പെടുക. As you can see in the diagram, each alveolus is covered by a capillary network. Okay. അപ്പോൾ ഇതാണ് ഇനി all this the complete structure. പ്രൈമറി ബ്രോങ്കൈന് ശേഷമുള്ള ഈ സ്ട്രക്ചർ മുഴുവൻ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബാഗ് ലേക്ക് സ്ട്രക്ചറിനുള്ളിലാണ്. ഒരു ഡബിൾ വാൾഡ് ബാഗ് ലേക്ക് സ്ട്രക്ചറിനുള്ളിലാണ് ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ സ്ട്രക്ചറിനെ ലങ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ലങ് എന്ന് പറഞ്ഞാൽ ലങ് ഇസ് എ ഡബിൾ വാൾഡ് സ്ട്രക്ചർ. രണ്ട് ലേയേഴ്സ് ഉണ്ടാവും. ആ രണ്ട് ലെയറിനും കൂടി നമ്മുടെ പ്ലൂറ എന്നാണ് വിളിക്കുക. പ്ലൂറ is called pleura. Pleura is the wall of the lung. രണ്ട് ലെയർ ഉണ്ട്. ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ and the inner pleural membrane. In between the outer pleura and inner pleura there is a space, and the space is filled with a fluid that is for the protection of the lung. Okay. അപ്പോൾ ലങ്സിനുള്ളിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു ലങ്സിന്റെ ഭാഗമായി ഒരു ലങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? The primary bronchus enters into the lung, then divides into secondary bronchi, tertiary bronchi, and divides further fine branches, and the last fine branch of the system is called the bronchiole, and the bronchiole enters into a sac-like structure called alveolar sac, and within the alveolar sac there are several alveoli covered by capillary network. അപ്പോൾ ഇത്രയുമാണ് ഒരു ലങ്ങിന്റെ ഭാഗം. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ലങ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻസൈഡ് ദ ലങ് ദർ ആർ സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ഫൈൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ ടെർഷ്യറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളി. ഇത്രയും ചേരുന്നതിനാണ്, ഇത്രയും സ്ട്രക്ചേഴ്സ് ഒരു രണ്ട് ലെയറുള്ള ഒരു വാൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ലങ് എന്ന് വിളിക്കുക. ഓക്കെ. സോ ധാരാളം ആൽവിയോളസ് ഉണ്ട് എന്നാണ് എഴുതുന്നത്. ഓരോ ആൽവിയോളസും എയർ ഫിൽഡ് ബാഗ് ലേക്ക് സ്ട്രക്ചറാണ്. Their wall is made up of a single layer of squamous epithelium. അപ്പോൾ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ആൽവിയോളസ് ഉണ്ടാക്കിയിരിക്കുന്നത്. So it is very thin so that the gas exchange can take place. അപ്പോൾ ഇത് ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ സ്ഥലമാണ്. Alveoli are the site of gas exchange. ഓക്കെ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങൾ, നമുക്ക് രണ്ട് ഫംഗ്ഷണൽ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം has two parts. One is the conducting part. Conducting part, and the other is the exchange part. Conducting part and the exchange part. Conducting part conducts air, atmospheric air, up to the exchange part. And in exchange part, gas exchange takes place, or it facilitates the exchange of gases, oxygen and carbon dioxide. So let us see what is the components of this conducting part. Conducting part starts from the nostrils, external nostrils. Then external nostrils lead to nasal passage. And nasal passage leads to
nasal chamber. Nasal chamber. Nasal chamber leads to pharynx. Pharynx. Pharynx leads to larynx, trachea, then primary bronchi, to secondary bronchi, to tertiary bronchi, then the branches, then bronchioles. So the parts of the conducting part or conducting system of the respiratory system are nostrils, nasal passage, nasal chamber, pharynx, larynx, trachea, primary bronchi, secondary bronchi, tertiary bronchi, and fine branches, and then bronchiole. So from nostrils to bronchiole is the conducting part of the respiratory system, because it is called the conducting part because it conducts the air. From the atmosphere to the exchange part, and from the exchange part to the external environment. Okay. So as it conducts the air to and fro, it is called the conducting part. And the conducting part is very important because it has some other functions also. It keeps the air adequately heated. Okay. ഇപ്പോൾ നല്ല തണുത്ത എയർ ആണ് ഉള്ളിലേക്ക് വരുന്നെങ്കിൽ അതിനെ കുറച്ചൊന്ന് ചൂടാക്കാൻ ഈ കണ്ടക്ടിങ് എയർ സഹായിക്കും. കാരണം തണുത്ത എയർ ഉള്ളിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ലങ്സിന് അത്ര നല്ലതായിരിക്കില്ല. അതുപോലെ രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ, അതിനെയൊക്കെ ഒഴിവാക്കാൻ ഈ കണ്ടക്ടിങ് പാർട്ടിന് കഴിയും. അതുപോലെ പൊല്യൂട്ടൻസിലേക്ക്, ഇപ്പോൾ ഡസ്റ്റോ അതുപോലെ മറ്റ് ഫോറിൻ പാർട്ടിക്കിൾസോ ഒക്കെ എയറിൽ കൂടി ഉള്ളിലേക്ക് വരുന്നില്ല, അതിനെയൊക്കെ തടയാനും ഈ കണ്ടക്ടിങ് പാർട്ടിന് സാധിക്കും. നെക്സ്റ്റ് പാർട്ട് ഇസ് എക്സ്ചേഞ്ച് പാർട്ട്. ആൽവിയോളസ് മാത്രമാണ് എക്സ്ചേഞ്ച് പാർട്ടിൽ വരുന്നത്. എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽവിയോളസ്, ആൽവിയോളൈ. Alveoli alone constitute the exchange part of the respiratory system because through their walls, through the wall of the alveoli, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് അതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാളിൽ കൂടി എക്സ്ചേഞ്ച് നടക്കും. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ബ്ലഡിലേക്കും ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്ചേഞ്ച് ബൈ ഡിഫ്യൂഷൻ. അത് നടക്കുന്നത് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. സോ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ നടക്കുന്ന രണ്ട് ഗ്യാസസ് ആണ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെ നമ്മൾ റെസ്പിറേറ്ററി ഗ്യാസസ് എന്നാണ് വിളിക്കുക. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും റെസ്പിറേറ്ററി ഗ്യാസസ് എന്നാണ് വിളിക്കുക. അപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിലായതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കാം? ദ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ റെസ്പിറേഷന് 5 സ്റ്റെപ്പുകൾ. അപ്പോൾ നമ്മുടെ ലങ്സ്, we have a pair of lungs and these lungs are situated in the thoracic cavity. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി, the trunk part of the body has 2 chambers, 2 cavities. The upper one is the thoracic cavity and the lower one is the abdominal cavity, divided by or separated by a muscular partition called diaphragm. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. And the lungs are situated in the thoracic cavity. The thoracic cavity നമ്മൾ rib cage എന്ന് വിളിക്കാറുണ്ട്. Thoracic cavity is also called the rib cage because it is protected by the ribs. അപ്പോൾ thoracic cavity എന്ന് പറയുന്നത് ഒരു എയർ ടൈറ്റ് ക്യാവിറ്റിയാണ്.
It is well protected. Dorsal side ഈ thoracic cavity സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ vertebral column ആണ്. Dorsal side എന്ന് പറഞ്ഞാൽ the back side. So that is supported by the vertebral column. And on the lateral sides, dorsolateral sides. Lateral sides മാത്രമല്ല കുറേ dorsal side. അപ്പോൾ dorsolateral side and the front part are supported by the ribs and also the sternum. Here one bone is there, chest bone. നമ്മൾ അതിന് sternum എന്നാണ് വിളിക്കുക. Sternum. Okay. അപ്പോൾ ഇങ്ങനെ വെർട്ടിബ്രൽ കോളം കൊണ്ടും റിബ്സ് കൊണ്ടും സ്റ്റേർണം കൊണ്ടും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാവിറ്റിയാണ് thoracic cavity. അപ്പോൾ thoracic cavityയിലെ thoracic cavity contains air. Thoracic cavity can contain air. So the air pressure in the thoracic cavity influences the air pressure in the lungs. അപ്പോൾ thoracic cavityയിലെ എയർ പ്രഷർ ലങ്സിനെ ബാധിക്കും, ലങ്സിൻ്റെ എയർ പ്രഷറിനെ ബാധിക്കും, അതുപോലെ ലങ്സിൻ്റെ വോളിയത്തെ ബാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ എന്ന ടോപ്പിക് നമുക്ക് നോക്കണം. ഓക്കെ, സോ lungs are situated in the thoracic cavity, which is protected by vertebral column, ribs, sternum, and posteriorly by diaphragm. പോസ്റ്റീരിയറിൽ ആയിട്ട് കാണുന്ന ഡയഫ്രം, നമ്മൾ പറഞ്ഞല്ലോ thoracic cavity abdominal cavity നമ്മൾ വേർതിരിക്കുന്ന ഒരു മസ്കുലർ പാർട്ടീഷൻ ഡയഫ്രം ഉണ്ട്. സോ ഡയഫ്രം plays an important role in the mechanism of respiration that you will see in the next class. Okay. Respiration is completed in 5 steps. Respiration 5 സ്റ്റെപ്പുകളിലാണ് റെസ്പിറേഷൻ പൂർത്തിയാകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് it is breathing. എന്നാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്? എന്താണ് ബ്രീത്തിങ്? നമ്മൾ നേരത്തെ പറഞ്ഞത് taking in air and sending out air. Taking in oxygen rich air and sending out carbon dioxide rich air. അതിനാണ് ബ്രീത്തിങ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? It is the exchange of oxygen and carbon dioxide. Oxygen and carbon dioxide between alveoli and blood. Alveoli and blood. എന്ന് പറഞ്ഞാൽ ആൽവിയോളയിലെ ഓക്സിജൻ ബ്ലഡിലേക്കും ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് ആൽവിയോളിലേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജനെ എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം? ഓക്സിജനെ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അവിടെയാണല്ലോ ഓക്സിജന്റെ ഉപയോഗമുള്ളത്, അല്ലേ? എന്താണ് ഓക്സിജന്റെ ഉപയോഗം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പ്രൊഡ്യൂസ് എനർജി. ആ പ്രോസസ്സിലാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് ആൽവിയോളയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്സിജനെ കോശങ്ങളിലേക്കും അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കും കാർബൺ ഡയോക്സൈഡിനെ ടിഷ്യൂസിൽ നിന്നും അവിടെയാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്, അവിടെ നിന്നും ആൽവിയോളയിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇതാണ് ഒരു സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇത് നടക്കുന്നത് ബ്ലഡിൽ കൂടിയാണ്. നാലാമത്തത് exchange of oxygen and carbon dioxide between blood and tissue. അതായത് ഇതാണ് രണ്ടാമത്തെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ എക്സ്ചേഞ്ച് ഓക്സിജനെ, ബ്ലഡിലുള്ള ഓക്സിജനെ ടിഷ്യൂവിലേക്ക് കൊടുക്കണം, ടിഷ്യൂവിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ബ്ലഡിലേക്കും എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി അഞ്ചാമത്തത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓഫ്
food അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ ഓഫ് നമുക്ക് ഫുഡ് എന്ന് വിളിക്കാം ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ടു പ്രൊഡ്യൂസ് എനർജി മാത്രമല്ല ഉണ്ടാകുന്നത് ഇനി ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ 5 സ്റ്റെപ്പിലാണ് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുക. ഇതിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് 5ാമത്തെ സ്റ്റെപ്പായ ഓക്സിഡേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അവിടെയാണ് എനർജി ഉണ്ടാകുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെല്ലിലാണ്. അതുകൊണ്ട് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കാറുണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കാറുണ്ട്. അത് നടക്കുന്നത് നമ്മുടെ ഓരോ കോശങ്ങളിലുമാണ് ആ പ്രോസസ്സ് നടക്കുന്നത് ബൈ യൂസിങ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദാറ്റ് ഈസ് ബ്രീത്തിങ്, എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ആൽവിയോളി ആൻഡ് ബ്ലഡ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ഈ 4 സ്റ്റെപ്പാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഫാർ വി ഹാവ് സീൻ ദ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഘടന നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. In the coming classes, we will be discussing these 4 steps of respiration. 4 steps of respiration. Okay, we shall wind up the class here.